ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണല്ലോ. 8ാം ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സണായ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിക്ക് ഫെഡറേഷൻ ഓഫ് വെറ്ററൻസ് അസോസിയേഷൻ വിമുക്ത ഭടന്മാരുടെയും ഫാമിലി പെൻഷനേഴ്സിൻ്റെയും പെൻഷൻ സംബന്ധമായ 19 കാര്യങ്ങളിൽ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ഫെഡറേഷൻ ഓഫ് വെറ്ററൻസ് അസോസിയേഷൻ 9 ജനുവരി 2026 8ാം ശമ്പള കമ്മീഷന്റെ ചെയർപേഴ്സണായ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിക്ക് അയച്ച ലെറ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് 8ാം ശമ്പള കമ്മീഷനിൽ വിമുക്ത ഭടന്മാരുടെയും വിധവകളുടെയും ആവശ്യങ്ങൾ സമർപ്പിക്കൽ, അതോടൊപ്പം ആവശ്യങ്ങൾ അനുകൂലമായി പരിഗണിക്കുന്നതിനും ഞങ്ങളുടെ പ്രതിനിധികളുമായി ഒരു മീറ്റിംഗ് അനുവദിക്കുന്നതും സംബന്ധിച്ച്. ഇന്ത്യയിലുടനീളമുള്ള 163 വിമുക്ത ഭടന്മാരുടെ സംഘടനകളുടെ അഫിലിയേഷനുള്ള ഒരു സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് വെറ്ററൻസ് അസോസിയേഷൻ. ആയതിനാൽ ലക്ഷക്കണക്കിന് വിമുക്ത ഭടന്മാരെയും വാർ വിഡോസിനെയും അവരുടെ ആശ്രിതരെയും പ്രതിനിധീകരിക്കുന്നു. ഞങ്ങളുടെ വിഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സൗകര്യപ്രദമായ സമയവും സ്ഥലവും അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിമുക്ത ഭടന്മാരിൽ 97% JCOSORന്റെ പ്രതിനിധികളുടെ അഭാവത്തിൽ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും മാനദണ്ഡങ്ങൾ തീരുമാനിക്കുമ്പോൾ മുൻകാലങ്ങളിൽ ശരിയായ പരിഗണന നൽകിയിട്ടില്ലെന്ന് ഞങ്ങൾ ഇവിടെ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു. OROPയിൽ വലിയ തോതിലുള്ള അപാകതകൾ നിലനിൽക്കുന്നുണ്ടെന്നും 8ാം ശമ്പള കമ്മീഷൻ അനുസരിച്ചുള്ള ശമ്പളവും പെൻഷനും വിലയിരുത്തുന്നതിന് മുൻപ് ഈ അപാകതകൾ പരിഹരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശമ്പള കമ്മീഷനിൽ അനുകൂലമായി പരിഗണിക്കേണ്ട 19 ആവശ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1. OROPയിലെ പോരായ്മകൾ പരിഹരിക്കുക. 2. OROPയുടെ ഗുണം പ്രിമേച്വർ റിട്ടയറീസിനും നൽകണം. ഇത് വലിയ വിവേചനവും അനീതിയുമാണ്. 3. പേ മെട്രിക്സ് അനുസരിച്ചുള്ള പേ ലെവലിൽ മാറ്റങ്ങൾ അത്യാവശ്യമാണ്. 4. OROPയുടെ ഗുണം റിസർവിസ്റ്റ് പെൻഷനേഴ്സിനും അനുവദിക്കേണ്ടതാണ്. 5. എല്ലാവർക്കും ഈക്വൽ മിലിറ്ററി സർവീസ് പേ അഥവാ MSP അനുവദിക്കുക. 6. എക്സ് ഗ്രൂപ്പിൻ്റെ പേ ഫിക്സേഷനിലെ പോരായ്മകൾ പരിഹരിക്കുക. 7. ലിബറലൈസ്ഡ് സ്പെഷ്യൽ എൻഹാൻസ്ഡ് ഫാമിലി പെൻഷനിൽ പോരായ്മകൾ പരിഹരിക്കുക. 8. ആസാം റൈഫിളിൽ നിന്നുള്ള സൈനികർക്ക് ശമ്പളവും പെൻഷനും മറ്റു സൈനികരുടേത് തന്നെ നൽകുക. 9. ഹോണറി റാങ്കുകൾക്ക് പെൻഷനിൽ വർധനവ് നൽകുക. 10. അഗ്നിവീർ സ്കീം നിർത്തലാക്കുക. 11. പേ കമ്മീഷനിൽ സൈന്യത്തിൽ നിന്നും വിമുക്ത ഭടന്മാരിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തുക. 12. കമ്മ്യൂട്ടേഷൻ റീസ്റ്റോറേഷൻ്റെ കാലാവധി കുറയ്ക്കുക. 13. ഡിസബിലിറ്റി പെൻഷനിലെ പോരായ്മകൾ പരിഹരിക്കുക. 14. വിധവകളുടെ പെൻഷൻ വിമുക്ത ഭടന്മാരുടെ പെൻഷൻ തന്നെയാക്കി വർദ്ധിപ്പിക്കുക. 15. എല്ലാ റാങ്കുകൾക്കും ഒരു ഫിറ്റ്മെന്റ് ഫാക്ടർ നൽകുക. 16. ക്യാരക്ടർ എക്സംപ്ലറി ആയിട്ടുള്ള വിമുക്ത ഭടന്മാർക്ക് പെൻഷനിൽ ഇതനുസരിച്ച് വർധനവ് നൽകുക. 17. അഡീഷണൽ പെൻഷൻ 70 വയസ്സ് മുതൽ നൽകുക. 18. ഓഫീസേഴ്സിനെ പോലെ ടൈം സ്കെയിൽ പ്രൊമോഷൻ JCOSORനും നൽകുക. 19. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക. ഈ 19 പോയിന്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഓരോ പോയിന്റിനെ പറ്റിയും വ്യക്തമായ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.